ഈ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷ മുന്നണിക്ക് എത്ര സീറ്റ് കിട്ടും? പിണറായി വിജയന് മൂന്നാം ഊഴ ഉറപ്പാണോ? അതിലൊന്നും നമ്മുടെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് തീരെ ആശങ്കയില്ല. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് 90-ലധികം സീറ്റുകൾ 90+ അത് കിട്ടുമെന്ന് അവർ ഏതാണ്ട് തീരുമാനിച്ചു കഴിഞ്ഞു. അത് തെറ്റാൻ യാതൊരു സാധ്യതയുമില്ല. അത് മാത്രമല്ല, പിണറായിയുടെ പോലീസ് ഇന്റലിജൻസ് വിഭാഗം, ഇന്റലിജൻസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ചാണ്. ഡിസ്ട്രിക്ട് സ്പെഷ്യൽ ബ്രാഞ്ചും സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ചും കൂടെ ഒക്കെ ചേരുന്ന ഒരു സംവിധാനം. അവര് ഇടതുമുന്നണിക്ക് ഏതാണ്ട് ഭൂരിപക്ഷം പ്രവചിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്തിട്ടോ ആശങ്കപ്പെട്ടിട്ടോ കാര്യമില്ല. പക്ഷേ ഗോവിന്ദൻ മാർക്സിന്റെ പ്രധാന പ്രശ്നം ഇപ്പോഴ് വടക്കേ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് വേളയിൽ കാണുന്ന ചില വൈകൃതങ്ങൾ അല്ലെങ്കിൽ ചില ദുഷ്പ്രവണതകൾ കേരളത്തിലേക്ക് മെല്ലെ കടന്നു വരികയാണോ എന്നുള്ളതാണ്. അതാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിനെ മത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സൈദ്ധാന്തിക ശങ്ക. പറഞ്ഞല്ലോ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ദിവസം ചേർന്നിട്ട് ഏതാണ്ട് 90 സീറ്റ്, ചിലപ്പോൾ 90-ലധികമാകും, അങ്ങനെ ഒരു കണക്കാണ് അംഗീകരിച്ചിരിക്കുന്നത്. അവരുടെ ഈ ബ്രാഞ്ച് കമ്മിറ്റി മുതലുള്ള സഖാക്കള് കണക്കിന്റെ മറുകര കണ്ടവരാ. അവര് അവിടുന്ന് ജില്ലയിലോട്ടൊരു കണക്കയക്കും. അതായത് ഇത്ര വോട്ടുണ്ട്, അതിൽ ഇത്ര വോട്ട് ചെയ്തിട്ടുണ്ട്, അതിൽ കൃത്യമായിട്ട് ഇത്ര വോട്ട് നമ്മുടേതാണ്. അതിൽ നിന്ന് വളരെ നിഷ്പ്രയാസം വിജയിയെ കണ്ടെത്താവുന്നതേ ഉള്ളൂ. ആ കണക്ക് ജില്ലയിലെത്തും. ജില്ലാ സെക്രട്ടേറിയറ്റ് അതൊന്നുകൂടെ പരിശോധിച്ചു. അങ്ങനെയാണ് ആ കണക്ക് ജില്ലകളിൽ നിന്നുള്ള കണക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുമ്പിൽ എത്തിയത്. അതനുസരിച്ച് 90 സീറ്റുകൾ യാതൊരു സംശയവുമില്ലാതെ കിട്ടും. കഴിഞ്ഞ തവണ LDFന് 99 സീറ്റോ മറ്റോ ആയിരുന്നു. അല്പം ശ്രമിച്ചാൽ ചിലപ്പോൾ 99 എന്നുള്ളത് 100 കടന്നേക്കാം. പക്ഷെ ഈ തോൽക്കുന്ന 9 ഹതഭാഗ്യന്മാർ 90 കിട്ടുന്നതെങ്കിൽ തോൽക്കുന്ന 9 നിർഭാഗ്യവാന്മാരാരാണ് എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ഒരു സംശയമുള്ളത്. 90% ഒക്കെ പറയുമ്പോഴേ മന്ത്രിമാരെ വീണ ജോർജ്, MB രാജേഷ്, ബാലഗോപാല്, P രാജീവ്, ഇവരെല്ലാം, ബിന്ദു ടീച്ചർ, ഇവരെല്ലാം ജയിച്ചു വരുന്ന കാര്യത്തിൽ പാർട്ടിക്ക് യാതൊരു സംശയമില്ല. ഇനി വോട്ടെണ്ണി കഴിഞ്ഞിട്ട് ഇലക്ഷൻ കമ്മീഷന്റെ ഫലമനുസരിച്ച് ഇത്രയൊന്നും ജയിച്ചില്ലെങ്കിൽ, ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ, ഇവരൊക്കെ തോറ്റാല് അവര് നേരെ നിയമസഭയിലേക്ക് വന്നെങ്കിരിക്കും. ആരാ ചോദിക്കാൻ? പിന്നെ അതിന്റെ ഒന്നും ആവശ്യം വരത്തില്ലെന്നേ. കാരണം ഇത് തീരുമാനിച്ചത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണല്ലോ. നമ്മുടെ പിണറായി വിജയം ഉറപ്പായതുകൊണ്ട് 90 സീറ്റുകൾക്ക് മുകളിലേക്ക് ഫലം വരും എന്നുള്ളത് കൊണ്ട് ഈ സെക്രട്ടേറിയറ്റിൽ പങ്കെടുത്തു പോലുമില്ല. എന്തിനാണെന്ന് ഈ ജില്ലക്കാർ തരുന്ന ഈ കണക്കൊക്കെ വെറുതെ പരിശോധിച്ച് സമയം കളഞ്ഞ് ഇത്ര സീറ്റ് കിട്ടുമെന്നൊന്നും കണക്കാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം, പിണറായി വിജയന് വളരെ കൃത്യമായിട്ട് അറിയാം ഒരു 90 സീറ്റ്, 90, 95, 100 വരെയൊക്കെ LDF അങ്ങോട്ട് പോകും എന്ന കാര്യത്തിൽ സംശയമില്ലാത്തതുകൊണ്ട് അദ്ദേഹം കണ്ണൂരിലായിരുന്നു. അദ്ദേഹം ഈ വളരെ പ്രധാനപ്പെട്ട, അതായത് തെരഞ്ഞെടുപ്പ് ഫലം അപഗ്രഥിക്കുന്ന, സാധ്യതകൾ അപഗ്രഥിക്കുന്ന ഈ വളരെ സുപ്രധാനമായ സെക്രട്ടേറിയറ്റിൽ പോലും പങ്കെടുത്തില്ല. അദ്ദേഹം കണ്ണൂരായിരുന്നു. എന്തിനാണ് ഇതിന്റെയൊക്കെ വേണ്ടി സമയം കളയുന്നത്? കുറച്ച് ദിവസം വീട്ടിലിരുന്ന് വിശ്രമിക്കാമല്ലോ. അല്ലെങ്കിൽ ഈ ഉറക്കത്തിന്റെ കുറച്ച് കുടിശ്ശിയുള്ളത് തീർക്കുകയും ചെയ്യാം. ഈ ഉത്തരേന്ത്യയിൽ കാണുന്ന വൈകൃതമെന്ന് നമ്മുടെ ഗോവിന്ദൻ മാഷ് പറഞ്ഞത് ഈ വോട്ടിന് നോട്ട് എന്ന ഒരു പുതിയ ഏർപ്പാടിനെ കുറിച്ചാണ്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ BJPയുടെ ശോഭേച്ചി, അവരുടെ ആളുകള് ഒരു അമ്മച്ചിക്ക് ഒരു 5000 രൂപ കൊടുത്തു. ഒറ്റ കണ്ടീഷനാ, താമരയ്ക്ക് കുത്തണം, ശോഭച്ചേച്ചി വിജയിപ്പിക്കണം. ആ ഒരു ഉറപ്പിലാണ് ഈ 5000 രൂപ കൊടുത്തത്. ഈ ഒരു ഏർപ്പാട്, രൂപയ്ക്ക് പണം കൊടുക്കുന്ന ഏർപ്പാട് കേരളത്തിൽ പുതിയതാണോ അതിൽ പണ്ടേ ഉള്ളതാണോ എന്ന കാര്യത്തിലൊന്നും തർക്കിക്കാൻ നിൽക്കുന്നില്ല. പക്ഷെ നമ്മുടെ കേട്ടറിവനുസരിച്ച് പോളിംഗിന്റെ തലേ ദിവസം ചില തെരഞ്ഞെടുക്കപ്പെട്ട ഏരിയയിലൊക്കെ വ്യത്യസ്ത പാർട്ടിയുടെ ആൾക്കാർ ചെല്ലുകയും അവിടെയൊക്കെ പണം വിതരണം ചെയ്യുകയും പതിവാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ പിടിക്കുന്ന ഇതാദ്യമാണ്. അതാണ് ഈ പാലക്കാട് നിയോജകമണ്ഡലത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. മിടുക്കന്മാരായ ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ CID പണി മൂലമാണ് ഇത് പുറത്തു വന്നത് കേട്ടോ. അവന്മാര് ഇവരെ പിന്തുടരുകയായിരുന്നു. ഏത് പണവുമായിട്ട് ആളുകൾ പോകുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ വാഹനത്തിന് പിന്നാലെ പോകുമായിരുന്നു. പിള്ളേരത് കയറി ഫോട്ടോ പിടിച്ചു. നമ്മുടെ ഫോണിലെ ഇതിന്റെയൊക്കെ ഫോട്ടോ പിടിച്ചു. അമ്മച്ചിയുടെ കൈ തുറന്നു നോക്കുമ്പോൾ 5000 രൂപ അവിടെ ഇരുന്ന് ചിരിക്കുന്നു. ഇത് ഒരു തെളിവായി. അതുകൊണ്ടാണ് ഈ കഥ, അല്ലെങ്കിൽ നോട്ടിന് വോട്ട് എന്ന സംഭവം നാട്ടുകാരുടെ മുമ്പിലേക്ക് വന്നത്, പുറത്തേക്ക് വന്നത് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമാണെന്ന് ഓർക്കണം. ഇതിന്റെ ഫോട്ടോ പിടിച്ച ഈ യൂത്ത് കോൺഗ്രസ്സുകാരുണ്ടല്ലോ, അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ UDF ഭൂരിപക്ഷം കിട്ടി അധികാരത്തിൽ വരികയാണെങ്കിൽ ആദ്യം എടുക്കേണ്ട തീരുമാനം അവരെ നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ചിലേക്ക് എടുക്കുക എന്നുള്ളതാണ്. പോലീസിലേക്ക്, രഹസ്യാന്വേഷണ വിഭാഗത്തിലേക്ക് അവരെ നിയമിക്കുക എന്നുള്ളതാണ്. അതിനിപ്പോൾ അവരുടെ അപേക്ഷ വാങ്ങുക, ഇന്റർവ്യൂ നടത്തുക, ടെസ്റ്റുകൾ നടത്തുക, അതിന്റെ ഒന്നും ഒരു ആവശ്യമൊന്നുമില്ല. ഈ അടുത്ത കാലത്ത് 2 ബോഡി ബിൽഡർമാരെ കേരള പോലീസ് നിയമിച്ചല്ലോ. സകല നിയമങ്ങളും ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും എല്ലാം ലംഘിച്ചുകൊണ്ട് അവർ ചില കായികക്ഷമതാ പരീക്ഷയിലൊക്കെ തോറ്റുപോയതാ, എന്നിട്ട് പോലും ജയിച്ചു. അതേ നടപടിക്രമങ്ങൾ അങ്ങ് സ്വീകരിച്ചാൽ മതി.
കൂടുതൽ സംസാരിക്കാനൊന്നും നിൽക്കണ്ട. ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ തന്നെ ആ പിള്ളേരെ സ്പെഷ്യൽ ബെഞ്ചിൽ എടുക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാകണം. വോട്ടിന് വേണ്ടി പണം കൊടുത്തു എന്നുള്ളൊരു ആരോപണം അത് ആദ്യം ശോഭ ചേച്ചി നിഷേധിച്ചതാ. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് ഒരു പകുതി സമ്മതം ശോഭ ചേച്ചിയിലും തന്നെ ഉണ്ടായി. അവരിപ്പൊ പറയുന്നത് ആലപ്പുഴയിലെ ഒരു വനിതാ BJP നേതാവ്, ആലപ്പുഴയിലെ ശോഭ ചേച്ചി പാർലമെന്റിലേക്ക് മത്സരിക്കുമ്പോഴേ ഇവർ തമ്മിൽ അല്പം പോട്ടി ഉണ്ടായിരുന്നതാ. ശൈല ഈശാപോശ ഇവർ തമ്മിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ പാലക്കാട് ശോഭ ചേച്ചിയെ തോൽപ്പിക്കുന്നതിന് ആലപ്പുഴ രജിസ്ട്രേഷനുള്ള ഒരു കാറില് ഈ വനിതാ നേതാവാണ് പണം കൊടുത്തയച്ചതെന്നാണ് ശോഭ ചേച്ചി പറയുന്നത്. ബിന്ദു വിനയകുമാർ എന്നാണ് അവരുടെ പേര്. അവർ ഈ ആലപ്പുഴ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റോ മറ്റോ ആയിരുന്നു. ശോഭ ചേച്ചി ഇടപെട്ട് ആ സ്ഥാനത്തു നിന്ന് അവരെ തെറിപ്പിച്ചു. അതിന്റെ പ്രതികാരമായിട്ട് ഈ വോട്ടർമാർക്ക് പണം കൊടുക്കുന്നു എന്ന ഒരു ആരോപണം വ്യാജമായി സൃഷ്ടിച്ച് അവരെ തോൽപ്പിക്കാനുള്ള ശ്രമമായിരുന്നു എന്ന് ആര് പറയുന്നു? ശോഭ ചേച്ചി തന്നെ പറയുന്നു. ഇതോടെ പകുതി സമ്മതിച്ചു. ഇത് ശോഭ ചേച്ചിയുടെ അറിവോടെയാണോ അല്ലയോ, എന്തായാലും താമരയ്ക്ക് വോട്ട് കൊടുക്കാൻ വേണ്ടി ഒരു 5000 രൂപ അമ്മച്ചിയെ ഏൽപ്പിച്ചു എന്ന ആരോപണം ശരിയാണെന്ന് ഇതോടെ തെളിഞ്ഞിരിക്കുക. ഈ സംഭവം കൊണ്ട് 1-2 കാര്യങ്ങളോട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അതായത് ശോഭ ചേച്ചി ഈ ബിന്ദു വിനയകുമാറിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു ശബ്ദരേഖ അതിപ്പം പുറത്തു വന്നിരിക്കുക. അടിച്ചതിന്റെ ചെപ്പക്കുറ്റി തീർക്കും, പണിക്കുറ്റം തീർക്കും എന്നാണ് ശോഭ ചേച്ചി ആലപ്പുഴയിൽ ഈ വനിതാ നേതാവിനോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ യൂത്ത് കോൺഗ്രസ്സുകാർ ഈ ചിത്രം എടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന വാക്ക് തർക്കത്തിലൊക്കെ യൂത്ത് കോൺഗ്രസ്സുകാരെ ശോഭ ചേച്ചി ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അന്നേരം ചേച്ചി പറയുന്നത് അടിച്ച് കരണം പൊട്ടിക്കുമെന്നാ. ഇതിൽ നിന്നൊക്കെ കാര്യം മനസ്സിലാക്കാം. നമ്മുടെ ശോഭ ചേച്ചിയുടെ ഏറ്റവും ഫേവററ്റ് ഐറ്റം എന്ന് പറയുന്നത് അടിച്ച് ചെപ്പക്കുറ്റി പൊളിക്കുക എന്നുള്ളതാണെന്നാണ്. ഭീഷണിപ്പെടുത്തിയത് ശോഭ ചേച്ചിയാണെങ്കിലും സസ്പെൻഷൻ കിട്ടിയത് ബിന്ദു വിനയകുമാറാണ്, ആലപ്പുഴയിലെ നേതാവ്. കാരണം പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പേടിയില്ലാത്ത ആളൊന്നും അല്ലല്ലോ. പേടിക്കണം. അതുകൊണ്ട് ബിന്ദു വിനയകുമാർ തൽക്കാലത്തേക്ക് പാർട്ടിയുടെ പുറത്തായി. ഉത്തരേന്ത്യയിലെ ചില വൈകൃതങ്ങൾ കേരളത്തിൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറയുന്ന നമ്മുടെ ഗോവിന്ദൻ മാർക്സ് കേരളത്തില് CPM-കാർ നടപ്പാക്കുന്ന ചില ജനാധിപത്യ മാതൃകയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളെ കുറിച്ച് കമാന്നൊരക്ഷരം മിണ്ടിയില്ല. അതായത് ഇത്രയും കാലം പാർട്ടിയിൽ നിന്നിട്ട് അവസാനം പാർട്ടിയോട് മറുതലിച്ച് വിമതനായിട്ട് മത്സരിക്കുക, അങ്ങനെ മത്സരിക്കുന്ന ആളിന് ചില പിന്തുണകൾ നൽകുക, അവരെയൊക്കെ കൈകാര്യം ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, അത് ഉത്തരേന്ത്യയിൽ നടക്കുന്നതാ, അത് ഇവിടെയും നടക്കുന്നു. അതുകൊണ്ട് CPM-നെ സംബന്ധിച്ചോളം അതിന് വലിയൊരു പ്രത്യേകതയൊന്നുമില്ല, ഒരു വിശേഷ സ്വഭാവമൊന്നും അതിനില്ല. എന്താണ് തളിപ്പറമ്പിലൊക്കെ നടന്നത്? അവിടെ മത്സരിച്ച TK ഗോവിന്ദൻ അദ്ദേഹത്തിന്റെ ഒരു സഹായി, അദ്ദേഹത്തിന്റെ സുഹൃത്ത് എന്ന പേരില് ഒരു പാർട്ടി പ്രവർത്തകന്റെ വീടിന് തീ വെച്ചു, അയാളുടെ മുറ്റത്ത് കിടന്നിരുന്ന കാറ് കത്തിച്ചു. അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയുടെ ഭാര്യയുടെ കൃഷിക്കളത്തിന് തീ വെച്ചു, അവിടെ ഉണ്ടായിരുന്ന മഴമറ എന്ന് പറയുന്ന സംവിധാനത്തിന് തീ വെച്ചു. ഇതൊക്കെ CPM വളരെ ജനാധിപത്യപരമായ രീതിയിൽ അവരുടെ പ്രതിഷേധം പ്രകടിപ്പിക്കുന്ന രീതികളാ. അതുകൊണ്ടാണ് ഇതൊന്നും നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയാത്തത്, ചർച്ച ചെയ്യാത്തത്. ഇതൊക്കെ ഉത്തരേന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളാ. ഇത്തരത്തിലുള്ള ഭീഷണികളും തീവപ്പും തല്ലും കൊലയും ഒക്കെ അവിടെയും നടക്കുന്നതാ. അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം സമ്മതിക്കണം കേട്ടോ, ഈ പാർട്ടിക്ക് എതിരായിട്ട് നിൽക്കുന്ന മനുഷ്യന്മാരെ തല്ലുന്നതോ കൊല്ലുന്നതോ ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ വിമത സ്ഥാനാർത്ഥിയുടെ ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ട മതിലിനോട് പോലും ശത്രുത പ്രഖ്യാപിക്കുന്നത് നമ്മൾ വേറെ എവിടെയും കേട്ടിട്ടില്ല. TK കുന്നിന് വേണ്ടി ചുവരെഴുതിയ ഒരു മതില് അവരെ ഇടിച്ചു കളഞ്ഞു. അതിനിവിടെ നിൽക്കണ്ട. ഗോവിന്ദന്റെ ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ട മതില് ഇനി വേണ്ടെന്നേ, അതിനി നമ്മുടെ മുമ്പില് വേണ്ട. ഇതൊന്നും ഒരു പുതിയ കാര്യമൊന്നുമല്ല CPM-നെ സംബന്ധിച്ചിടത്തോളം. അതായത് MP രാഘവനോടുള്ള വൈരാഗ്യം തീർക്കാൻ അദ്ദേഹത്തിന്റെ വിഷചികിത്സാ കേന്ദ്രത്തിലുണ്ടായിരുന്ന മിണ്ടാപ്രാണികളായ പാമ്പടക്കമുള്ള ജീവികളെ കത്തിച്ചു കൊന്ന ടീംസായി അവര് പിന്നെ മതിലിനോട് പ്രതികാരം ചോദിക്കുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അതുമല്ല, അന്ന് MP രാഘവനോട് ഇത്രയും കാര്യങ്ങൾ ചെയ്ത CPM അദ്ദേഹത്തോട് ചെയ്ത പാതകങ്ങൾക്ക് കണക്കൊന്നുമില്ല കേട്ടോ. ആ മനുഷ്യന് ഒരു ചായ കൊടുത്തതിന്റെ പേരില് ആളുകളെ അടിച്ച് സൂപ്പാക്കിയിട്ടുണ്ട്. MP രാഘവന്റെ വീടിന് തീ വെച്ചു, അതൊക്കെ പഴയ കഥയാ. പക്ഷെ ഇപ്പൊ എന്താ അവർ ചെയ്തിരിക്കുന്നത്? ആ MP രാഘവന്റെ മകനെ കൊണ്ട് പാർട്ടിയുടെ പണിയെടുപ്പിക്കുന്നു. അതിനും മിടുക്കരാണ് CPM. ഈ ഉത്തരേന്ത്യയിൽ പതിവായിട്ട് കാണുന്നത് കൊണ്ടാണ് തളിപ്പറമ്പ്, പയ്യന്നൂർ, അമ്പലപ്പുഴ മുതലായ മണ്ഡലങ്ങളെ കുറിച്ച് MP ഗോവിന്ദൻ മാഷ് തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ സംസാരിക്കാത്തത്. നേരത്തെ ഇവര് വർഗവഞ്ചകരാണ്, അതുപോലെ തന്നെ ഇവര് കാണിച്ചതൊക്കെ ചെറ്റത്തരമാണ് എന്നൊക്കെ പാർട്ടിയുടെ മറ്റ് നേതാക്കന്മാരും ഒക്കെ പറഞ്ഞിരുന്നു. ഇപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. കാരണം ഉത്തരേന്ത്യയിൽ പണ്ട് കോൺഗ്രസിൽ നിന്ന് ഇപ്പൊ BJP-യിൽ നിന്ന് സീറ്റ് കിട്ടാത്തവര്, ആഗ്രഹം സാധിക്കാത്തവര്,
പലരും പാർട്ടിക്ക് പുറത്തു പോവുകയും പാർട്ടിക്കെതിരായിട്ട് മത്സരിക്കുകയും ജയിക്കുകയോ തോൽക്കുകയോ ഒക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിന് വലിയ വിശേഷമൊന്നുമില്ല. പക്ഷേ കേരളത്തിലെ കാര്യം എന്തുവാ? അമ്പലപ്പുഴ എന്താ സംഭവിച്ചത്? വളരെ സീനിയറായിട്ടുള്ള ബഹുമാന്യനായ ഒരു പാർട്ടി നേതാവ് അദ്ദേഹത്തെ അപമാനിച്ച് ശിക്ഷിക്കുക. പയ്യന്നൂരിൽ എന്താ? രക്തസാക്ഷി വണ്ടിയിൽ നിന്ന് കട്ടെടുക്കുക. തളിപ്പറമ്പിലോ? അവിടെ ധാരാളം അർഹരായ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളാക്കാൻ പറ്റിയവർ ഉണ്ടായിരുന്നിട്ടും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയെ തന്നെ സ്ഥാനാർത്ഥിയാക്കുക. അതിന്റെ പേരിലൊക്കെയാണ് അവിടെ ഈ സംഭവങ്ങൾ ഉണ്ടായത്. പക്ഷെ അതൊന്നും നമ്മൾ ഈ ഉത്തരേന്ത്യയിൽ കാണുന്ന ചില വൈകൃതങ്ങൾ കേരളത്തിലേക്കും വരുന്നു എന്നതിനൊപ്പം ചേർത്ത് ഇവിടെ അവതരിപ്പിക്കാൻ പാർട്ടി ഏതായാലും ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഈ തെരഞ്ഞെടുപ്പിലെ പ്രചാരണ രംഗത്ത് BJPയും കോൺഗ്രസും പണം ഒഴുക്കി എന്നാണ് നമ്മുടെ ഗോവിന്ദൻ മാഷ് പറയുന്നത്. അത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം നമ്മുടേത് വെറും തൊഴിലാളി വർഗ പാർട്ടിയാ. അവിടെ ഇന്ന് വല്ല മാസവരിയോ വല്ല പ്രത്യേക സംഭാവനകളോ അല്ലെങ്കിൽ പാട്ടപ്പിരിവോ ഒക്കെ നടത്തിയാണ് നമ്മുടെ പാർട്ടിയുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത്. നമുക്ക് എവിടുന്ന പണം? ആളുകൾ പറയും നമ്മൾ വലിയ സമ്പന്നന്മാരുടെ കൂടെയാണ്, അവരൊക്കെ നമ്മുടെ ഒക്കച്ചങ്ങാതിമാരാണ്, മുതലാളിത്തവുമായിട്ടാണ് പാർട്ടിക്ക് കൂട്ടുകെട്ട് എന്നൊക്കെ പറയും. പക്ഷേ BJPയോ കോൺഗ്രസോ ഒഴുക്കുന്നത് പോലെ പണം ചെലവഴിക്കാൻ നമ്മുടെ എവിടുന്ന പണം? പിന്നെ മറ്റൊരു കാര്യമുണ്ട്, നമുക്കതിന്റെ ആവശ്യവുമില്ല. അങ്ങനെ പണം ഒഴുക്കേണ്ട കാര്യമില്ലെന്നേ. നമ്മുടെ പ്രചാരണ സർക്കാരല്ലയോ നടത്തിയത്? സർക്കാരിന്റെ ചെലവിലല്ലയോ ഇതെല്ലാം നടത്തിയത്? എത്രയെത്ര പരിപാടികൾ, നവകേരള യാത്ര മുതൽ ഇങ്ങോട്ട് എല്ലാ പരിപാടികളും ഈ ഗവൺമെന്റിന്റെ പ്രചാരണത്തിന് വേണ്ടി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പില് വോട്ടർമാരുടെ ഇടയിലേക്ക് ഈ സർക്കാരിന്റെ നേട്ടങ്ങൾ അങ്ങോട്ട് അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ മുടക്കിയത് സർക്കാരിന്റെ പണമല്ലയോ? PRDയും കിഫ്ബിയും കൂടെ ചേർന്ന് ഏതാണ്ട് 220 കോടി രൂപയുടെ പരസ്യം കൊടുത്തു എന്നാണ് പറയുന്നത്. പിന്നീട് PR ഏജൻസികളെ വെച്ചുള്ള പ്രചാരണ പരിപാടികൾ കോടിക്കണക്കിന് രൂപയല്ലയോ നമ്മൾ ചെലവഴിച്ചത്? ആദ്യം സർക്കാരിന്റെ നേട്ടങ്ങൾ കാണിക്കാൻ വേണ്ടി കോടികൾ ചെലവാക്കി കേരളത്തിലെങ്ങും വലിയ ഹോർഡിങ്ങുകൾ സ്ഥാപിക്കുന്നു. പിന്നീട് ഇലക്ഷൻ ആകുമ്പോഴത്തേക്ക് ആ ഹോർഡിങ്ങുകളെല്ലാം LDFന്റെ പ്രചാരണത്തിനുള്ള ഉപകരണമായിട്ട് മാറ്റുന്നു. ഇതിൽ പരം ബുദ്ധിപൂർവം വേറെ ആർക്കാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താൻ പറ്റുക? അപ്പൊ നമുക്ക് വേണ്ടി സർക്കാർ ഇങ്ങനെ കോടാനുകോടികൾ ചെലവഴിക്കുമ്പോൾ പാർട്ടിയുടെ ഫണ്ട് ചെലവഴിക്കേണ്ടി വരുന്നില്ല. അത് AKG സെന്ററിലെ ഖജനാവില് വളരെ സുരക്ഷിതമായിട്ട് ഇരിക്കും. ഇപ്പൊ ഏറ്റവും അവസാനത്തെ ഒരു കണക്ക് കേട്ടായിരുന്നു. സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ കൊടുത്ത ഒരു വിവരമാണ്, ഒരു റിപ്പോർട്ടാണ്. അതായത് ഈ നവകേരള സർവേ അതെന്തിനു വേണ്ടിയായിരുന്നു? സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങള്, വികസന പ്രവർത്തനങ്ങള് ജനങ്ങളിൽ എത്തിക്കുക. എന്നിട്ട് ഇനി ഞങ്ങള് മൂന്നാം ഊഴത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ജനങ്ങളോട് ചോദിക്കുക. അവർ പറയുന്നതനുസരിച്ചാണല്ലോ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി നടത്തിയ നവകേരള സർവേയില് 13 കോടി രൂപ ചെലവഴിച്ചെന്നാ കോടതി അറിയിച്ചിരിക്കുന്നത്. അതിൽ ഇതിന്റെ ബ്രോഷർ തയ്യാറാക്കാൻ മാത്രം 5.54 കോടി രൂപ ചെലവിട്ടു. 20 കോടി രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി അലോട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിനിടയ്ക്ക് എതിരായിട്ടുള്ള ചില കേസുകൾ വന്നു, അങ്ങനെ ചില കുണ്ടാവണ്ടികളൊക്കെ ഉണ്ടായി. അതുകൊണ്ട് ഈ സർവേ അങ്ങോട്ട് പൂർത്തിയാക്കാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ട് 13 കോടിയേ ചെലവായി ഉള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ 20 അല്ല 30 കോടി രൂപ ചെലവഴിച്ചേനെ. പിന്നെ നമ്മൾ മോഹൻലാലും നമ്മുടെ ക്യാപ്റ്റൻ പിണറായി വിജയനും തമ്മിലുള്ള അഭിമുഖ സംഭാഷണം കൊടുത്തില്ലേ? 11 ലക്ഷം രൂപയാണ് അതിന്റെ ഷൂട്ടിങ്ങിന് മാത്രം ചെലവഴിച്ചതെന്നേ. മോഹൻലാലിന്റെ പൈസ ഒന്നും കൊടുത്തിട്ടില്ല. അദ്ദേഹം അതൊന്നും വായിക്കത്തൊന്നുമില്ല. പിണറായി വിജയനുമായിട്ടൊരു ഇന്റർവ്യൂ നടത്തുന്നതിന്റെ പേരിൽ മോഹൻലാൽ പണം വാങ്ങിക്കും, അതൊന്നുമില്ല. പക്ഷെ അതിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി മാത്രം 11 ലക്ഷം രൂപയാണ് ചെലവഴിച്ചത്. അങ്ങനെ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവ് അങ്ങനെ തുറന്നു കിടക്കുകയില്ലയോ? മറ്റാവശ്യങ്ങൾക്കൊന്നും അവിടെ പണമില്ല കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന പണം മുഴുവൻ നമ്മൾ ഈ പ്രചാരണ പ്രവർത്തനത്തിന് വേണ്ടി ചെലവഴിച്ചു. പിന്നെന്തിനാണ് നമ്മൾ പാർട്ടി BJPയെയും കോൺഗ്രസിനെയും പോലെ ഈ പ്രചാരണ രംഗത്ത് പണം ഒഴുക്കുന്നത്? ഈ സാധാരണ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഈ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് അവസാനിക്കാറാകുമ്പോൾ വോട്ടിങ്ങിന്റെ 2-3 ദിവസം മുമ്പാണ് ഇദ്ദേഹത്തിന്റെ തിരുപ്പുറപ്പാട് സംഭവിക്കുക. ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ന മുന്നണിക്ക് ഇത്ര ഭൂരിപക്ഷം കിട്ടും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സർക്കാരിന്റെ ഭരണ തുടർച്ച ഉണ്ടാകും മുതലായ റിപ്പോർട്ടുകൾ ഇന്റലിജൻസ് വിഭാഗം, പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് എന്ന ഒരു വാർത്ത. അത് സാധാരണ തെരഞ്ഞെടുപ്പുകളിലെ പതിവാ. ഇത്തവണ അത് ആ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തുണ്ടായില്ല. കാരണം ഇത്തവണ ഈ പെയ്ഡ് സർവേകൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. കാരണം ഓരോരുത്തർ ഓരോ സർവേ നടത്തും, എന്നിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് കിടക്കും, ഞങ്ങളൊരു സർവേ നടത്തിയിട്ടുണ്ട്,
ഞങ്ങളുടെ സർവേ ആർക്കെങ്കിലും വേണോ, ഏതെങ്കിലും ചാനലിന് വേണോ എന്നിങ്ങനെ മാർക്കറ്റിൽ അതിന്റെ ലേലം വിളി നടക്കും. അങ്ങനെ ഈ പെയ്ഡ് സർവേകളാണ് ഇത്തവണ ഈ ഇന്റലിജൻസ് റിപ്പോർട്ടുകളെക്കാൾ കൂടുതൽ ശ്രദ്ധാ വിഷയമായത്. SFIയുടെ ഒരു പഴയ നേതാവ്, അദ്ദേഹം CPM പല നേതാക്കൾക്കും വേണ്ടി സോഷ്യൽ മീഡിയയിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളാണെന്നൊക്കെ പറയുന്നു. നമുക്ക് അദ്ദേഹത്തെ പരിചയമൊന്നുമില്ല, പക്ഷെ കേട്ടതാണ്, വായിച്ചതാണ്, ഏതാണ്ട് വിശ്വാസയോഗ്യമായിട്ട് അറിഞ്ഞ കാര്യമാണ്. ഇദ്ദേഹം നടത്തിയ ഒരു സർവേ ഒരു പ്രധാന ചാനൽ എടുത്ത് തന്നെ വീശി. ആ സർവേ അനുസരിച്ച് LDFന് ഭയങ്കര നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോഴാ ഈ വോട്ടിംഗ് നടന്നതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ പഴയ കഥാപാത്രം രംഗത്ത് വന്നു. ഇന്റലിജൻസ് റിപ്പോർട്ട് അതിൽ പറയുന്നത് LDFന് ഭൂരിപക്ഷം കിട്ടും എന്നാണ്. ഈ ഇന്റലിജൻസ് റിപ്പോർട്ടൊക്കെ അവതരിപ്പിക്കുന്ന രീതി കണ്ടാൽ ഇന്റലിജൻസ് DGPയുടെ അലമാര കുത്തി തുറന്ന് തട്ടിക്കൊണ്ടു പോകുന്നതാണെന്ന് തോന്നിപ്പോകും. അതനുസരിച്ച് ഈ റിപ്പോർട്ടിനെ പറ്റിയുള്ള റിപ്പോർട്ട് വരുന്നു, പിന്നെ അതിന്മേലുള്ള ചർച്ചകളാണ്. ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്ന ഒരു കാര്യമേ, എങ്കിൽ പിന്നെ എന്തിനാണ് ഈ കോടാനുകോടി രൂപ മുടക്കി ഇങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്? ഇന്റലിജൻസുകാരോട് പറഞ്ഞാൽ പോരെ, അവരുടെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് കാര്യങ്ങളങ്ങ് നടത്തിയാൽ പോരെ. ആർക്കും തോന്നാവുന്ന ഒരു സംശയം പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് ഇങ്ങനെ എടുത്ത് ആഘോഷിക്കുമ്പോഴേ ഒറ്റ കാര്യം മറക്കാതിരുന്നാൽ മതി. അടിയന്തരാവസ്ഥയുടെ സമയത്ത് ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടിനെ വിശ്വസിച്ചുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. കോൺഗ്രസ് ഇന്ത്യ തൂത്തുവാരുമെന്നായിരുന്നു IB റിപ്പോർട്ട്. അത് വിശ്വസിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു, നടത്തി. അതിന്റെ ഫലം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്.